ദൈവജനത്തിന് മുമ്പിൽ ഇരിക്കാനായിട്ട് ദൈവം എന്നെയും ബലപ്പെടുത്തിയവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. परमेश्वर के नाम का धन्यवाद हो कि इस तरह एक सुंदर अवसर परमेश्वर ने दिया कि उनके वचन के सामने हम बैठ सके. और ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നതിന്റെ ടോപ്പിക്ക് ഫാമിലിയെ കുറിച്ചാണ്. ഫാമിലിയെ കുറിച്ചാണ് ഇന്ന് പറയാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. आज परिवार के विषय में कुछ बातों को आपके सामने हम रखना चाहते हैं. ഇത് 2 സെക്ഷനായിട്ട് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നു, ഇന്നും നാളെയുമായിട്ട്. 2 सेशन में इस टॉपिक को लिया जाएगा, आज और कल में. കുടുംബത്തെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഇതൊരു വലിയ ഒരു പഠന വിഷയം തന്നെയാണ്. जब हम परिवार के विषय में जब हम चिंतन करते हैं तो वास्तव में एक बहुत बड़ा विषय है. हेलो, हाँ ब्रदर, इंटरनेट में कुछ आवाज नहीं आ रहा, फिर से बोलिए. കുടുംബത്തെ കുറിച്ച് അനേക കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാനായിട്ടുണ്ട്. परिवार के विषय में बहुत सारी बातें हैं जो हमें सीखनी है. ഇത് നമ്മൾ പഠിച്ചാൽ മാത്രം പോരാ, ആ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കി പാലിക്കാൻ കൂടി ചെയ്യണം. केवल इसको हमें सुनना है, परंतु ये अपने जीवन में प्रयोग में भी लाना की जरूरत है. ഇതില് ഭർത്താവ്, ഭാര്യ, മക്കൾ, അതുപോലെ സഭയും അടങ്ങിയിരിക്കുന്നു. और परिवार के जो सदस्य हैं और कलीसिया इस बात को समझना है. അത് മാത്രമല്ല, അനേക ദേവദാസന്മാരിൽ കൂടി കുടുംബത്തെ കുറിച്ചും സഭയെ കുറിച്ചും നമ്മൾ വിശദമായി കേട്ടിട്ടുണ്ട്. और बहुत सारे परमेश्वर के दासों के द्वारा विस्तृत रूप से इस विषय पर हमने व्याख्यान को सुना है. ദേവദാസന്മാരിൽ കൂടി ഞാൻ കേട്ട് മനസ്സിലാക്കി പഠിച്ചതും और परमेश्वर के दासों से जो बातें मैंने सीखी है, ബൈബിളിലെ വാക്യങ്ങളും റെഫറൻസുകളുടെ അടിസ്ഥാനത്തിലും ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. और परमेश्वर के वचन के जो पद हैं उनमें से बहुत सारी बातों को लेकर आज मैं आप लोग के सामने रखना चाहता हूँ. എത്രമാത്രം ഇത് നിങ്ങൾക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുമോ എന്ന് എനിക്ക് മനസ്സിലാകത്തില്ല. और कितने अच्छे रूप में आप इसे स्वीकार कर पाएंगे ये मैं नहीं जानता. लेकिन മനസ്സിലാക്കി തരുവാനായിട്ട് ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. और परमेश्वर सहायता करें कि आप सब इन बातों को जो मैं आपको सिखाऊंगा अच्छी रीति से आप समझ सकें. ആദ്യമായിട്ട് കുടുംബത്തെ കുറിച്ചുള്ള ഒരു ഔട്ട്ലൈൻ നോക്കാം. प्रारंभिक रूप से परिवार के विषय में एक आउटलाइन के रूप में कुछ बातों को हम सीखें. ആദ്യമായിട്ട് അതിന്റെ അകത്ത് 4 പോയിന്റ് ആണ് അതേക്കുറിച്ച് കാണുവാനായിട്ട് കഴിയുന്നത്. 4 बिंदु हैं जो इसके विषय में कहने के लिए हैं. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കുടുംബം എന്ന ആശയമാണ്. पहला जो पॉइंट है, पहला जो बिंदु है वो परिवार से संबंधित है. കുടുംബം എന്ന ആശയം ദൈവമാണ് കുടുംബത്തിന്റെ ആശയം അവതരിപ്പിക്കുകയും ദൈവമാണ് കുടുംബത്തെ വിഭാജനം ചെയ്തതും. और हम सब जानते हैं कि परमेश्वर ही है जो एक परिवार को बनाता है और परिवार को बनाया है. അതുമല്ല, ദൈവമാണ് അതിനെ സ്ഥാപിച്ചത്. और ये भी है कि परमेश्वर ने ही इस परिवार की स्थापना को की है. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ യഹോവ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. उत्पत्ति के 2रा अध्याय उसके 7वें पद में पढ़ते हैं कि परमेश्वर ने मनुष्य को भूमि की मिट्टी से रचा और उसके नथनों में जीवन का श्वास फूंका और मनुष्य जीवित प्राणी बन गया करके हम पढ़ते हैं. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ കൂടുതലായി ദൈവം വിവരിച്ചു പറഞ്ഞതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. और इसी उत्पत्ति की 2रा अध्याय उसके 21 और 22वें पद में भी इसको विस्तृत रूप से परमेश्वर ने इन बातों को कहा है. ആ നിലയിൽ ഈ വാക്യത്തിൽ നിന്നും നമുക്ക് കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. और इन्हीं पदों के द्वारा हम बहुत सारी बातों को परमेश्वर के वचन से सीख सकते हैं. അതുമാത്രമല്ല, സുവിശേഷത്തിലും കർത്താവ് പറയുന്ന ഭാഗങ്ങൾ ധാരാളമുണ്ട്. और यही नहीं, परंतु प्रभु यीशु मसीह अपने सुसमाचारों में भी बहुत सारी बातों को परिवार के विषय में कहते हैं. രണ്ടാമത്തെ പോയിന്റ് കുടുംബത്തിലെ ക്രമീകരണത്തെ കുറിച്ചാണ്. और दूसरा जो पॉइंट है परिवार के निर्धारण के विषय में है. സങ്കീർത്തനം 128-ന്റെ 3-ലും
भजन संहिता 128 उसका तीसरे पद में അവർ എഫേസർ 5:22 മുതൽ 6 അധ്യായത്തിന്റെ 4 വരെയുള്ള വാക്യങ്ങളിലും കുടുംബത്തിന്റെ ക്രമീകരണത്തെ കുറിച്ച് പറയുന്നുണ്ട്. हम उत्पत्ति इफिसियों के नाम पौलुस प्रेरित की पत्री 5वें अध्याय में भी हम इसी तरह परिवार के विषय में उसके निर्धारण के विषय में बहुत सारी बातों को सीख सकते हैं. കുടുംബത്തിലെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തത്തെ കുറിച്ചും പറയുന്നുണ്ട് അവിടെ. और वहां पर परिवार में एक एक व्यक्ति की परिवार के सदस्यों की जिम्मेदारी के विषय में लिखा हुआ है. ഭർത്താവ്, ഭാര്യ, മക്കൾ, പിതാവ് എന്നിങ്ങനെ കാണുവാനായിട്ട് അവിടെ നമുക്ക് കഴിയും. हम पति और पत्नी, बच्चे और पिता, इन सब विषयों के बारे में इफिसियों के नाम के पौलुस प्रेरित की पत्री में पढ़ते हैं. മൂന്നാമതായിട്ട് നാം നോക്കുകയാണെങ്കിൽ കുടുംബത്തിന്റെ ഭദ്രതയെ കുറിച്ച്, ദൗത്യത്തെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും. और उसके अलावा जो तीसरा बिंदु है उसमें परिवार की जिम्मेदारियों के विषय में हम देख सकते हैं. കുടുംബം എന്നത് സമൂഹത്തിലെ ഏറ്റവും പ്രാഥമിക യൂണിറ്റ് തന്നെയാണ്. और जो परिवार है समाज में सबसे मुख्य एक बात होती है. അത് കുടുംബത്തിൽ നിന്നാണ് സഭ ഉണ്ടാകുന്നത്. और इस परिवार से समाज की स्थापना होती है. സഭയിൽ നിന്ന് നമ്മൾ സമൂഹത്തിലേക്ക് ചെല്ലുന്നു. और जो परिवार से कलीसिया होती है, कलीसिया से समाज की ओर हम जाते हैं. വിശ്വാസികളുടെ കൂട്ടത്തിലെ ഏറ്റവും ചെറിയ യൂണിറ്റ് ആണ് കുടുംബം. और विश्वासियों में सबसे छोटा एक केंद्र होता है परिवार. അപ്പോൾ നമ്മൾ സഭയിലും സമൂഹത്തിലും എങ്ങനെ പെരുമാറണമെന്ന് നമുക്ക് കഴിയണം. और इसके द्वारा हम सीखते हैं कि किस तरह हम कलीसिया में और समाज में अपने व्यवहारों को रख सकें. നാം ആര് ആയിരിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. और हम कौन लोग हैं, इस बात को समझ लेना हमारे लिए बहुत जरूरी है. അതുമല്ല, നമ്മുടെ സ്വഭാവ രൂപീകരണം ഒക്കെ നടക്കുന്നത് കുടുംബത്തിൽ നിന്നാണ്. और हमारे जीवन के सारी जो विशेषताएं होती है वो सब कुछ परिवार के द्वारा ही निर्धारित होती है. നമ്മുടെ ഭക്തി, നമ്മുടെ അനുസരണം, हमारी भक्ति, हमारा चाल चलन, നമ്മുടെ സ്നേഹം, നമ്മുടെ സമർപ്പണം, हमारा प्रेम, हमारा समर्पण, വിട്ടുവീഴ്ച, ക്ഷമ, സഹിഷ്ണുത, और हमारा गिर जाना, क्षमा करना, എന്നീ കാര്യങ്ങളൊക്കെയും നാം ശീലിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ്. और इन सब बातों को हम जो शिक्षा प्राप्त करते हैं वो परिवार के द्वारा ही प्राप्त करते हैं. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കുടുംബത്തിന്റെ ലക്ഷ്യമാണ്. और जो चौथा जो बिंदु है वो है परिवार का लक्ष्य. യോശുവ അതിന്റെ 24:15 നാം കാണുന്നു, ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും എന്ന് നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. यहोशू की पुस्तक उसके 24वें अध्याय में पढ़ते हैं, यहोशू कहता है कि मैं और मेरा घराना परमेश्वर की सेवा करेगा. അപ്പോൾ ദൈവത്തെ സേവിക്കുക എന്നൊരു ലക്ഷ്യം തന്നെയാണ് നമുക്കുള്ളത്. और परमेश्वर की सेवा करना ही हमारे जीवन का मुख्य उद्देश्य है. അതില് ഒറ്റയ്ക്കും കുടുംബമായിട്ട് ഒന്നിച്ചും ദൈവിക ദൗത്യത്തിന് പങ്കാളികളാവാനായിട്ട് കഴിയും. हम इसी तरह हम परिवार के रूप में परमेश्वर की सेवा को कर पाते हैं. ഈ 4 പോയിന്റാണ് കുടുംബത്തെ കുറിച്ചുള്ള ഒരു ഔട്ട്ലൈൻ ആയിട്ട് ഞാൻ പറഞ്ഞത്. तो यही 4 बातें हैं जो परिवार के रूप में जो केंद्र बिंदु है. इस विषय में मैं 4 बातों को आपके सामने रखा. ഇനി കുടുംബത്തെ കുറിച്ചുള്ള വിശദീകരണ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. अब परिवार के विषय में विस्तृत रूप से कुछ बातों को हम सीखें. നമ്മൾ നേരത്തെ കണ്ടു, കുടുംബം എന്ന് വെച്ചാൽ ദൈവത്തിന്റെ അടിസ്ഥാനത്തിൽ പണിയപ്പെട്ടതാണ്. और हम पहले जिस तरह चिंतन किए कि परिवार जो है परमेश्वर के द्वारा निर्मित किया गया है. അത് മനുഷ്യരിലായാലും മനുഷ്യ സമൂഹത്തിലായാലും അത് അങ്ങനെ തന്നെയാണ്. और ये मनुष्य और समाज में दोनों ही रूप से एक जैसे हैं. നമുക്ക് ഇനിയും കുടുംബത്തിന്റെ ഓരോ ക്രമീകരണത്തെക്കുള്ള നമുക്ക് നോക്കാം. ഓർഡർ ഇൻ ദ ഫാമിലിയെ കുറിച്ച്. और हम इस परिवार के उस क्रम के विषय में कुछ बातों को हम सीखें. 9 കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. और 9 विशेष बातें उसमें लिखी गई हैं. ഒന്നാമതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന ദൈവം ഒരു ക്രമത്തിന്റെ ദൈവമാണ്. और परमेश्वर एक नियम, एक क्रम अनुसार कार्य को करने वाला परमेश्वर है. ചില വാക്യങ്ങൾ നമുക്ക് നോക്കുവാൻ കഴിയും. कुछ बातों को हम देखें. 2 രാജാക്കന്മാരുടെ പുസ്തകം 21-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ ഇസ്കാവിനെ കുറിച്ച് പറയുന്നുണ്ട്. दूसरा राजा की पुस्तक उसका 21वां अध्याय. അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ ഇസ്കാവിനോട് ദൈവം പറയുന്നു, നിന്റെ ജീവിതം ക്രമപ്പെടുത്തുക എന്ന് അവിടെ നാം കാണുന്നുണ്ട്.
दूसरा सेकंड किंग 21:1. दूसरा अध्याय उसका 21वां अध्याय उसका पहला पद में, तब मनुष्य के विषय में परमेश्वर कुछ बातों को करता है। അവിടെ നാം കാണുന്നത് ഹിസ്കിയാവിനോട് ദൈവം പറയുകയാണ് നിന്റെ ജീവിതം ക്രമപ്പെടുത്തുക എന്ന് നാം കാണുന്നുണ്ട്. तब राजा हिजकिय्याह से कहता है कि तुम अपने जीवन को क्रम अनुसार रखो। നമുക്കറിയാം 2 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തിൽ ആഹാസിന്റെ മകനായ ഹിസ്കിയാവ് ഇസ്രായേൽ രാജാവാകുന്നതായിട്ട് നാം കാണുന്നുണ്ട്. हम 18वें अध्याय में पढ़ते हैं कि आज का जो पुत्र था हिजकिय्याह राजा हुआ। അവനെ രാജാവാകുമ്പോൾ അവന് 25 വയസ്സായിരുന്നു. जब वो राजा बना तब उसकी उम्र 25 वर्ष थी। ഹിസ്കിയാവ് തന്റെ പിതാവായ ദാവീദ് ചെയ്തതൊക്കെയും യഹോവയ്ക്ക് പ്രസാദമായിട്ടുള്ളതൊക്കെയും അവൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. हिजकिय्याह ने जो किया, उसके पिता जो दाऊद ने जो अच्छे अच्छे कार्य किया, वैसे हिजकिय्याह ने भी अच्छे कामों को किया। അവൻ നമുക്ക് കാണുന്നത് അവിടെ അവൻ പൂജാഗിരികളെ നീക്കി. अब हम देखते हैं कि वो जितने मूर्ति पूजा के जो स्थान थे, बड़ी बड़ी वेदियां, तो उसको उसने गिरा दिया। അശേര പ്രതിഷ്ഠയെ വെട്ടിമുറിച്ച് अशेरा की मूर्तियों को उसने खंडित कर दिया, काट दिया। അത് മോശ ഉണ്ടാക്കിയ താമ്ര സർപ്പത്തെ ഉടച്ചു കളഞ്ഞതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. और मूसा ने जो पीतल के सर्प को बनाया था, उसको भी उसने तोड़ दिया। അതെ 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സൽഹേർസിന്റെ ഭീഷണിക്ക് മുമ്പിൽ ഹിസ്കിയാവ് ഭയന്നു പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. हम देखते हैं कि जब हम 19वें अध्याय में आते हैं, तब हिजकिय्याह घबराते हुए कुछ बातों को देखते हैं। ഹിസ്കിയാവിന്റെ അടുക്കലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. रेफरेंस थोड़ा बता देंगे? नहीं वो कुछ नहीं है, उसमें कुഴപ്പമില്ല. हाँ, हिजकिय्याह के जीवन में कुछ बातों को हम वहां पर देख सकते हैं। ഈ യെശയ്യാവ് മുഖാന്തരം ഹിസ്കിയാവ് അനേക വിടുതൽ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. यशायाह के द्वारा हिजकिय्याह ने कुछ महत्वपूर्ण छुटकारे को किया है, ऐसा हम पढ़ते हैं। എന്നാൽ 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അശ്ശൂർ രാജാവിൽ നിന്ന് അത്ഭുതകരമായ വിജയം ഹിസ്കിയാവിന് ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. जब 20वें अध्याय में आते हैं तो अशूर राजा से हिजकिय्याह को एक बड़ी विजय प्राप्त होती है। इस विषय में हम पढ़ते हैं। ഹിസ്കിയാവിന് അത്ഭുതകരമായ വിജയം ലഭിച്ചതിന് ശേഷം അവന് മാരകമായ ഒരു രോഗം അവന് പിടിപെടുന്നതായിട്ട് നാം കാണുന്നുണ്ട്. और जब हिजकिय्याह इस विजय को प्राप्त करता है, उसके बाद हिजकिय्याह को एक बड़ी बीमारी हो जाती है। इस विषय में हम पढ़ते हैं। യെശയ്യാ പ്രവാചകൻ അവന്റെ അടുക്കൽ വന്ന് അവനോട് പറയുകയാണ്, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കി നീ മരിച്ചുപോകും, ശേഷിക്കുകയല്ല എന്ന് യഹോവ അരുളിച്ചതായിട്ട് നമുക്ക് അവിടെ അവനോട് പറയുന്നതായിട്ട് നാം കാണുന്നു. और उसके बाद जब वो बीमार पड़ जाता है, मृत्यु शय्या में था, तब जब यशायाह उसके पास आता है, उसे कहता है कि तू अब अपने घराने के विषय में आज्ञा दे दे, क्योंकि तू मर जाएगा, निश्चय तो नहीं बचेगा। അതെ, ദൈവം തന്നെ ഹിസ്കിയാവിനോട് പറയുകയാണ്, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും. और वहां पर हिजकिय्याह को परमेश्वर आदेश देता है कि तू अपने घराने के विषय में आदेश दे दे, क्योंकि तू मर जाएगा, तू नहीं बचेगा। പിന്നീട് നമ്മൾ കാണുവാനായിട്ട് നോക്കുന്ന 2 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ദാവീദിനെ കൊല്ലുവാനായിട്ട് അഖിലോദോഫേൽസ് ആസൂത്രണം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. और शमूएल की पुस्तक में जब आते हैं तो हम देखते हैं कि दाऊद को मारने के लिए अखिलोफेज वहां पर आता है। എന്നാൽ അഖിലോഫേൽ ഇടുന്ന ആസൂത്രണ പദ്ധതി അവിടെ പരാജയപ്പെടുന്നതായിട്ട് നാം കാണുന്നുണ്ട്. और वहां पर अखिलोफेल जो है एक पराजय को होता है उसके जीवन में। इस बात को हम देखते हैं। അവൻ തന്റെ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇനിയും തന്റെ പദ്ധതി നടപ്പിലാക്കില്ല എന്ന് കണ്ടപ്പോൾ അവന് കഴുതപ്പുഴത്ത് കയറി തന്റെ പട്ടണത്തിൽ ചെന്ന് വീട്ടിലേക്ക് ചെന്ന് തന്റെ വീട്ടുകാര്യം ക്രമപ്പെടുത്തിയ ശേഷം അത് കെട്ടിഞ്ഞാന്ന് മരിക്കുന്നതായിട്ട് നാം കാണുന്നു. और वो जो व्यक्ति है, वो जब देखता है कि इस तरह कार्य नहीं बन रहा है, तो अपने गधे में सवार होकर अपने घर में जाता है, अपने घराने के विषय में आज्ञा देता है और वो फांसी लगाकर मर जाता है। हम पढ़ते हैं। അവിടെ നാം കാണുന്നത് തന്റെ വീട്ടുകാര്യം ക്രമപ്പെടുത്തിയ ശേഷമാണ് അവനെ കെട്ടിഞ്ഞാന്ന് മരിച്ചു പോകുന്നതായിട്ട് നാം കാണുന്നത്. और हम देखते हैं कि वो घर के जो कार्य हैं, जो जिम्मेदारियां हैं, उसको पूर्ण करता है, उसके विषय में आदेश देता है, उसके बाद वो आत्महत्या कर लेता है। പിന്നീട് നാം കാണുന്നത് 1 കൊരിന്തി 14-31 വാക്യത്തിൽ അവിടെ കൃപാവരങ്ങളെ കുറിച്ച് നമ്മൾ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. हम पहला कुरिन्ती की जो पुस्तक है उसमें भी आने पर हमें कुछ वरदानों के विषय में देखने को मिलता है। 1 Corinthians 14:31 അവിടെ നാം കാണുന്നത്. पहला कुरिन्ती 14 अध्याय उसके 13वें पद में इस बातों को हम देखते हैं.
31 31वें पद में हम उसको देखते हैं। അവിടെ നാം കൃപാവരങ്ങളെ കുറിച്ച് കാണുന്നുണ്ട്, वहां पर कुछ वरदानों के विषय में हम देखते हैं, പ്രവചനങ്ങളെ കുറിച്ച് നാം കാണുന്നുണ്ട്, भविष्यवाणी के विषय में कुछ बातों को देखते हैं, അന്യഭാഷ ആരാധനയിലെ ക്രമങ്ങളെ കുറിച്ചും അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. अन्य भाषा के विषय में हम देखते हैं, आराधना के विषय में कुछ बातों को हम देखते हैं। അവിടെ എല്ലാം ക്രമമായിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നതായിട്ട് और നമുക്ക് കാണുവാനായിട്ട്. वहां पर सब कुछ क्रमानुसार लिखा हुआ हम देखते हैं। അതുമാത്രമല്ല ഫസ്റ്റ് തിമോത്തി 3:15 और पहला तिमोथी 3:15 में, ഫസ്റ്റ് കൊരിന്തി 11:34 और पहला कुरिन्थी 11वां अध्याय उसके 34वें पद में, കൊലോസ്യർ 2:5 कुलुसियों 2:5 में, തീത്തോസ് 1:5 तीतुस के पत्री 1 पहला अध्याय उसके 5वें पद में, ഇവിടെയെല്ലാം ദൈവം ഫലമേൽപ്പിച്ച കാര്യങ്ങളുടെ ക്രമത്തെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും. और परमेश्वर ने जो जो जिम्मेदारियां दी हैं उसके क्रमानुसार लिखे हुए बातों को हम देखते हैं। അപ്പോൾ നമ്മുടെ കുടുംബജീവിതത്തിലും ഒരു ക്രമം ആവശ്യമാണ്. वैसे हमारे पारिवारिक जीवन में भी सारी बातों को क्रमानुसार होना चाहिए। അത് ദൈവത്താൽ അതീതമായിരിക്കണം, അത് നമുക്ക് നഷ്ടപ്പെടുത്തുവാൻ കഴിയുകയില്ല. और ये परमेश्वर के नियमानुसार होना चाहिए, उसको हम नष्ट नहीं कर सकते। അതാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ആദ്യമേ ദൈവം ഒരു ക്രമത്തിന്റെ ദൈവമാണെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. और हम पहले हम देखते हैं कि जो परमेश्वर जो काम को करता है क्रमानुसार करता है। പിന്നീട് രണ്ടാമതായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ദൈവവചനമാണ് ഇതിന്റെ പ്രമാണം. और दूसरी बात हम देखते हैं, इन सारी बातों का जो आधार है वो परमेश्वर का वचन है। ബൈബിൾ ഈസ് ദ റൂൾ ബുക്ക്, അതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. परमेश्वर एक नियम की पुस्तक है, इसके रूप में हम देखते हैं। റോമാലേഖനം 15:7 അത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. और रोमियो के नाम पौलुस प्रेरित की पत्री 15वां अध्याय उसके 7वें पद में हम देखते हैं। അതുകൊണ്ട് ക്രിസ്തു ദൈവത്തിന്റെ മഹത്വത്തിനായി നിങ്ങളെ കൈക്കൊണ്ടതുപോലെ നിങ്ങളും അന്യോന്യം കൈക്കൊള്ളുവിൻ എന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. यहाँ पर इस प्रकार जैसा मसीह ने परमेश्वर की महिमा के लिए तुम्हें ग्रहण किया है, वैसे ही तुम भी एक दूसरे को ग्रहण करो। അത് ഇവിടെ നമുക്ക് കുടുംബജീവിതത്തിലും ദൈവവചനമാണ് പ്രമാണം എന്ന് നമുക്ക് ഈ വചനത്തിൽ കൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. और इसी आधार पर हम देख सकते हैं कि पारिवारिक जीवन में भी हमारे जीवन का जो आधार है परमेश्वर का वचन है। ഒന്നാമതായിട്ട് നാം കണ്ട ദൈവം ഒരു ക്രമത്തിന്റെ ദൈവമാണ്. हम पहले जो बातों को हमने सीखा वो है कि परमेश्वर एक क्रमानुसार कार्यों को करने वाला परमेश्वर है। രണ്ടാമതായിട്ട് നാം കണ്ടു ദൈവവചനമാണ് ഇതിന്റെ പ്രമാണം. और दूसरी बात जो है परमेश्वर का वचन इसका आधार है। മൂന്നാമതായിട്ട് നാം നോക്കുന്ന ശരിയായ നേതൃത്വം, പ്രോപ്പർ ലീഡർഷിപ്പ് ഒരു കുടുംബജീവിതത്തിൽ അത്യാവശ്യമാണ്. और तीसरी जो महत्वपूर्ण बात है, एक पारिवारिक जीवन में एक सही नेतृत्व का होना जरूरी है। ഫസ്റ്റ് കൊരിന്തി അതിന്റെ 11-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. पहला कुरिन्थी 11 अध्याय उसका 3रे पद में हम कुछ बातों को देख सकते हैं। അവിടെ നാം കാണുന്നത് എന്നാൽ ഏത് പുരുഷന്റെയും തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ, ക്രിസ്തുവിന്റെ തല ദൈവം എന്ന് നിങ്ങൾ അറിയണമെന്ന് നമ്മൾ അവിടെ കാണുന്നുണ്ട്. वहां पर हम पढ़ते हैं कि तुम जान लो कि एक पुरुष का सिर मसीह है और स्त्री का सिर पुरुष है और मसीह का सिर परमेश्वर है। ഇവിടെയും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഏത് പുരുഷന്റെയും തല ക്രിസ്തു ആണ്. और हम सब जान सकते हैं कि सभी जो पुरुष का जो सिर है वो मसीह है। എഫേസ്യർ 5:23 നമുക്ക് വേറൊരു വാക്യം കാണുവാനായിട്ട് കഴിയും. और इफिसियों के नाम पौलुस प्रेरित की पत्री 5वां अध्याय के 23वें पद में भी कुछ बातों को हम देख सकते हैं। ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു എന്ന് നാം കാണുന്നുണ്ട്. वहां के 5:23 में इस प्रकार पढ़ते हैं इफिसी की, क्योंकि पति पत्नी का सिर है जैसे मसीह कलीसिया का सिर है। അപ്പോസ്തലപ്രവൃത്തി 20:28 നാം വേറൊരു വാക്യം കാണുന്നുണ്ട്. प्रेरितों का काम उसका 20वें अध्याय में, 20-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യം 28 നാം കാണുന്നു ദൈവം തന്റെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ദൈവസഭയെ കുറിച്ച് നാം കാണുന്നുണ്ട്. और उसके 28वें पद में हम पढ़ते हैं कि इसलिए अपने पूरे झुंड की चौकसी करो जिसे पवित्र आत्मा में ने तुम्हें अध्यक्ष ठहराया है। കുടുംബജീവിതത്തിൽ ശരിയായ നേതൃത്വം ആവശ്യമാണ് എന്ന് നമുക്ക് ഇതിൽ നിന്നൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. इन सभी पदों के आधार पर हम कह सकते हैं कि एक परिवार में एक नेतृत्व का होना बहुत ही आवश्यक है।
നാലാമതായിട്ട് നാം കാണുന്ന സമർപ്പണമാണ്, അനുസരണത്തെ കുറിച്ചാണ്. और चौथा जो महत्वपूर्ण बिंदु है वो है कि एक समर्पण परमेश्वर पारिवारिक जीवन में होना बहुत जरूरी है. സമർപ്പണവും അനുസരണവും കുടുംബജീവിതത്തിൽ അത്യാവശ്യമാണ്. और समर्पण का और दूसरा आज्ञाकारिता का होना पारिवारिक जीवन में बहुत महत्वपूर्ण है. എഫേസ്യ ലേഖനം 5-21 വാക്യത്തിൽ നാം അത് കാണുന്നുണ്ട്. इफिसियों के नाम पौलुस प्रेरित की पत्री 5वें अध्याय में उन बातों को हम देख सकते हैं. അവിടെ നാം കാണുന്ന ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പാൻ എന്ന് കാണുന്നുണ്ട്. और यहाँ पर देखते हैं कि परमेश्वर के भय में एक दूसरे के अधीन रहो, ऐसा परमेश्वर का वचन कहता है. എബ്രായ ലേഖനം 13-17 വാക്യത്തിൽ നാം കാണുന്ന നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പിൻ എന്ന് നാം കാണുന്നുണ്ട്. और इब्रानी 13वें अध्याय में हम पढ़ते कि जो तुम्हें चरवाही कर रहा है उसकी अधीनता में तुम्हें रहना है. ഈ രണ്ട് വാക്യത്തിൽ നാം കാണുന്നുണ്ട്, ഒന്ന് കീഴ്പ്പെട്ടിരിപ്പിൻ, ഒന്ന് കീഴടങ്ങിയിരിപ്പിൻ. और एक बात को हम देखते हैं अधीनता में रहना, और दूसरी बात കീഴടങ്ങിയിരിപ്പിൻ, आज्ञाकारिता में रहना. ഇത് രണ്ടിലും നാം കാണുന്ന സമർപ്പണവും അനുസരണവുമാണ് നാം കാണുന്നത്. और इन दोनों बातों में हम समर्पण और आज्ञाकारिता को देखते हैं. കുടുംബജീവിതത്തിൽ സമർപ്പണവും അനുസരണവും അത്യാവശ്യമാണ്. और एक पारिवारिक जीवन में समर्पण और आज्ञाकारिता का होना बहुत जरूरी है. അഞ്ചാമതായിട്ട് നാം കാണുന്നത് വിശുദ്ധിയെ കുറിച്ചാണ്. और पांचवी बात जो है पवित्रता के विषय में है. സങ്കീർത്തനം 93-5 വാക്യത്തിൽ നമുക്ക് അത് കാണുവാനായിട്ട് കഴിയും. और भजन संहिता 93 अध्याय में हम इस बातों को देख सकते हैं. भजन संहिता 93 അതിന്റെ 5 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, യഹോവേ വിശുദ്ധി നിന്റെ ആലയത്തിന് എന്നേക്കും ഉചിതം തന്നെ എന്ന് നാം കാണുന്നു. वहां पर देखते हैं ये यहोवा तेरे भवन युग युग की पवित्रता ही शोभा देती है. ഇവിടെ നാം കാണുന്ന ദൈവവചനത്തെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. और यहाँ पर हम देखते हैं कि परमेश्वर के वचन को लेकर इन बातों को कहा गया है. ഇവിടെ നാം കാണുന്ന വിശ്വസ്തത ദൈവവചനമായും വിശുദ്ധി ദേവാലയമായി വിവരിക്കപ്പെട്ടതായിട്ട് നാം കാണുന്നു. यहाँ पर हम दो बातों को देखते हैं, चेतौनिया और विश्वास योग्यता तेरे भवन में युग युग पवित्रता शोभा देती है, हम पढ़ते हैं. പുറപ്പാട് പുസ്തകം 12-13 വാക്യത്തിലും हम निर्गमन की पुस्तक 12-13 वाक्यम 12वां अध्याय उसका 13 उसका 13वां पद को हम जाए. निर्गमन 12 अध्याय उसका 13वां पद. അവിടെ നാം കാണുന്നത്, നിങ്ങൾ പാർക്കുന്ന വീടുകളിൽ രക്തം അടയാളമായിരിക്കണം, ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞു പോകുമെന്ന് കാണുന്നു. और वहां पर हम देखते हैं कि परमेश्वर कहते हैं कि तुम्हारे घरों के चौखटों में जो रक्त है वो चिन्ह होगा. जिस घर में वो रक्त को मैं देखूंगा या खून को देखूंगा, मैं उस घर को छोड़ जाऊंगा. അതിന്റെ പുറപ്പാട് പുസ്തകം 13-7 വാക്യത്തിൽ വേറൊരു വാക്യം നാം കാണുന്നുണ്ട്. उसका 13 अध्याय के 7वें पद में दूसरे बात को हम देखते हैं. 7 ദിവസം നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം തിന്നണം, നിന്റെ പക്കൽ പുളിപ്പുള്ള അപ്പം കാണരുത്. കുടുംബജീവിതത്തില് വിശുദ്ധി ആവശ്യമാണെന്ന് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. इसके 7वें पद में देखते हैं कि 7 दिनों में अखमीरी रोटी खाए जाए, परंतु देश भर में खमीरी रोटी ना कमी तुम्हारे पास देखने में आए. इस बात को देखने के द्वारा हम देखते हैं एक पारिवारिक जीवन में पवित्रता का होना बहुत जरूरी है. അതെ, ഇവിടെ നാം കാണുന്ന പുളിപ്പ് ഒട്ടും കാണരുത്. और यहाँ पर हम देखते हैं कि खमीर बिल्कुल ना हो, ऐसा परमेश्वर का वचन कहता है. പുളിപ്പ് പാപത്തെ കാണിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. हम देखते हैं कि खमीर जो है पाप को दिखाता है. പിന്നീട് നാം നോക്കുന്ന ആറാമതായിട്ട് നാം കാണുവാൻ കഴിയുന്ന നമ്മുടെ ഒരുമയെ കുറിച്ചാണ്. और उसके बाद हम अन्य बातों को जब देखते हैं 7वें भाग को हम जाते हैं तो एकता के विषय में देखते हैं. അതെ, നമ്മുടെ ഒരുമ കുടുംബജീവിതത്തിൽ അത്യാവശ്യമാണ്. और एकता जो है हमारे पारिवारिक जीवन में होना बहुत ही आवश्यक है. നമുക്കറിയാം, സങ്കീർത്തനം 133-1 വാക്യത്തിൽ നാം കാണുന്നത്, അവിടെ നാം കാണുന്ന ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു നമുക്ക് കാണുവാനായിട്ട് കഴിയും. भजन संहिता 133 उसका पहला पद में देखे तो देखो क्या ही भली और मनोहर बात है कि भाई लोग आपस में मिल रहे हैं. അവിടെ നാം കാണുന്നത് ഒരുമയെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും. वहां पर भी हम देखते हैं कि एकता के विषय में लिखा हुआ है. ഫിലിപ്പിയ ലേഖനം 2:2 നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും, നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ട്
ഐക്യമതപ്പെട്ട് ഏകഭാവമുള്ളവരായിരിപ്പിനെന്ന് നാം കാണുന്നുണ്ട്. फिलिपियों के नाम पौलुस प्रेरित के पत्र में भी देखते हैं कि एक मन सा रखो, इस बात को लिखता है पौलुस लिखता है। ഇങ്ങനെ നിങ്ങൾ എന്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ എന്ന് നാം കാണുന്നുണ്ട്. और इसी रीति से तुम मेरे आनंद को पूरा करो करके पौलुस कहता है। ഇവിടെയും കുടുംബത്തിന്റെ ഒരുമയെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും. और यहाँ पर भी हम परिवार की एकता के विषय में देखते हैं। ഏഴാമതായിട്ട് നാം കാണുന്നത് ബഹുമാനത്തെ കുറിച്ചാണ്. ഹോണർ, ബഹുമാനം കുടുംബജീവിതത്തിൽ അത്യാവശ്യമാണ്. और जो आठवीं बात है उसको हम देखते हैं, एक परिवार में आदर का होना बहुत ही जरूरी है। ഫിലിപ്പിലേഖനം 2-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ നമുക്ക് അത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. और फिलिपियों के नाम पौलुस प्रेरित की पत्री उसका 2रा अध्याय उसके 3रे पद में इन बातों को हम देखते हैं। അവിടെ നാം കാണുന്ന മറ്റുള്ളവരെ ബഹുമാനിക്കണം. और वहां पर हम देखते हैं कि एक दूसरे को हम एक दूसरे से अच्छा समझें। താഴ്മയോടെ ഓരോരുത്തർ മറ്റുള്ളവരെ തന്നെത്താൻ ശ്രേഷ്ഠനെന്ന് എണ്ണണം. और दीनता के साथ एक दूसरे को अच्छा समझे, ऐसा परमेश्वर का वचन कहता है। അത് 1 പത്രോസ് 3:7 നാം കാണുന്ന പ്രാർത്ഥനയ്ക്ക് മുടക്കം വരുത് എന്ന് നാം കാണുന്നുണ്ട്. और हम पहला पत्रस में पढ़ते हैं कि तुम्हारे प्रार्थना में कोई रुकावट ना बने, इस विषय को पढ़ते हैं। അവിടെ നാം കാണുന്നത് വിവേകത്തോടെ ഭാര്യമാരോടുകൂടെ വസിച്ച് സ്ത്രീജനം ബലഹീന പാത്രം എന്ന് കണ്ട് അവരെ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശി ആക്കണമെന്ന് നാം കാണുന്നുണ്ട്. हम देखते हैं कि जो पहला पत्रस में हम देखते हैं कि जो स्त्री है उसको कमजोर पात्र जानकर बड़े आदर के साथ उनके साथ व्यवहार करना परमेश्वर का वचन हमें सिखाता है। അവിടെയും നാം കാണുന്നത് കുടുംബജീവിതത്തിൽ ബഹുമാനം ആവശ്യമാണ്. और वैसे हम देखते हैं कि हमारे जो पारिवारिक जीवन में है आदर का एक महत्वपूर्ण स्थान होता है। 8ാമതായിട്ട് നാം കാണുന്ന കുടുംബജീവിതത്തില് സന്തോഷം ഉണ്ടായിരിക്കണം. 8वीं बात जो हम देखते हैं कि जो पारिवारिक जीवन में है संतोष का या आनंद का होना बहुत जरूरी है। സങ്കീർത്തനം 16:11 നാം ഇങ്ങനെ വായിക്കുന്നു, നിന്റെ സന്നിധി സന്തോഷ പരിപൂർണതയും നിന്റെ വലത്തുഭാഗത്ത് നിന്നും പ്രബോധങ്ങളും ഉണ്ട് എന്ന്. भजन संहिता उसका 16वां अध्याय 11वां पद उसका 11वें पद में इस प्रकार लिखा है, तू मुझे जीवन का रास्ता दिखाएगा, तेरे निकट आनंद की भरपूरी है। ഇവിടെ നാം കാണുന്ന സ്വർഗത്തിന്റെ മനോഹരതയെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. यहाँ पर स्वर्ग की खूबसूरती को यहाँ पर हम देख सकते हैं। അവിടെ നാം കാണുന്നത് എന്നും സന്തോഷവും ആനന്ദവും ഉണ്ട് എന്ന് നാം കാണുന്നു. वहां पर हम देख सकते हैं कि जो स्वर्ग है वहां पर हमेशा आनंद और खुशी है। 1 कोरिन्थियर 12:26 നാം അവിടെ ശരീരത്തെ കുറിച്ച് കാണുന്നുണ്ട്. पहला कुरिन्थी 12वां अध्याय उसका 26वें पद में हम शरीर के विषय में देख सकते हैं। അവിടെ ശരീരത്തിന്റെ അവയവത്തെ കുറിച്ച് നാം കാണുന്നു. हम शरीर के अंगों के विषय में कुछ बातों को पढ़ते हैं। ഒരു അവയവം കഷ്ടം അനുഭവിച്ചാൽ മറ്റു അവയവങ്ങളെല്ലാം അതിന്റെ കഷ്ടം അനുഭവിക്കുന്നതായിട്ട് നാം കാണുന്നു. वहां पर हम देखते हैं कि शरीर का एक अंग अगर कष्ट पाता है तो शरीर के सारे अंग उसी प्रकार कष्ट पाते हैं। ഒരു അവയവത്തിന് മാനം വന്നാൽ മറ്റു അവയവങ്ങളൊക്കെയും സന്തോഷിക്കുന്നതായിട്ട് നാം കാണുന്നു. और एक अंग को यदि इज्जत मिलती है तो सारे अंग उसके साथ प्रफुल्लित होते हैं। ഇതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തില് സന്തോഷം ഉണ്ടായിരിക്കണം. और इसी तरह हमारे भी परिवार में इस तरह का एक आनंद को होना बहुत जरूरी है। 9ാമതായിട്ട് നാം കാണുന്നത് ശിക്ഷണത്തെ കുറിച്ചാണ്. ഡിസിപ്ലിൻ, കുടുംബജീവിതത്തില് ശിക്ഷണം ആവശ്യമാണ്. और 9वें जो बिंदु है उसमें हम देखते हैं हमारे परिवार में अनुशासन का होना बहुत जरूरी है। 1 തിമോത്തി 5:20 നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും, പാപം ചെയ്യുന്നവരെ ശേഷമുള്ളവർക്കും ഭയത്തിനായിട്ട് എല്ലാവരും കേൾക്കെ അവനെ ശാസിക്കണമെന്ന് നാം കാണുന്നുണ്ട്. तो वहां पर पहला कुरिन्थी 5वां अध्याय में हम पढ़ते हैं कि जो पाप करते हैं उनको सबके सामने डांटना है, उन्हें शिक्षित करना है, इस बात को हम पढ़ते हैं। ഗലാത്യലേഖനം 6:1 നാം കാണുന്നുണ്ട്, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടാൽ ആത്മീയരായ നാം അവരെ സൗമ്യതയോടെ ആത്മീയ രീതിയിൽ യഥാസ്ഥാനപ്പെടുത്തണമെന്ന് നാം കാണുന്നു. और हम गलतियों के नाम पौलुस प्रेरित के पत्र में पढ़ते हैं कि यदि कोई व्यक्ति निर्बल है या पाप करता है तो हम जो लोग हैं, धर्मी लोग हैं, और बड़ी दीनता के साथ उसे संभाले, निर्बलों को संभाले, ऐसा परमेश्वर का वचन कहता है। സദൃശവാക്യം 23-ാം അധ്യായം 13-ാം വാക്യത്തിൽ നാം വേറൊരു വാക്യം കാണുന്നുണ്ട്. नीति वचन में एक पद को और हम देख सकते हैं, नीति वचन 23:13 അവിടെ നാം കാണുന്നുണ്ട്, ബാലന് ശിക്ഷ കൊടുക്കാതിരിക്കരുത്, വടി കൊണ്ട് അടിച്ചാൽ അവൻ ചത്തുപോകില്ല എന്ന് നാം കാണുന്നു.
वहां पर हम देखते हैं लड़के की ताड़ना ना छोड़ना, क्योंकि यदि तू उसको छड़ी से मारे तो वह ना मरेगा। ഇവിടെയും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഒരു കുടുംബജീവിതത്തിൽ ശിക്ഷണം ആവശ്യമാണ്. और हम देखते हैं कि एक पारिवारिक जीवन में भी इसी तरह का अनुशासन का होना बहुत जरूरी है। ഇത്രയുമാണ് ഒരു കുടുംബജീവിതത്തിലെ ക്രമാതീതമായ കാര്യങ്ങൾ. और ये है क्रमानुसार जो पारिवारिक जीवन में जो बातें होना है, इसको देखने की। ഒന്നാമതായിട്ട് നാം ദൈവം ഒരു ക്രമത്തിന്റെ ദൈവമാണെന്ന് നാം കണ്ടു. हम देखते हैं कि परमेश्वर एक क्रम के अनुसार कार्य को करने वाला परमेश्वर है। രണ്ടാമതായിട്ട് നാം ദൈവവചനമാണ് ഇതിന്റെ പ്രമാണത്തെ കുറിച്ച് നാം കണ്ടു. और दूसरा, ये सारी बातें जो परमेश्वर के वचन के आधार पर है। മൂന്നാമതായിട്ട് ശരിയായ നേതൃത്വം ഒരു കുടുംബജീവിതത്തിൽ ആവശ്യമാണ്. तीसरी बात, एक परिवार में एक नेतृत्व का होना बहुत जरूरी है। നാലാമതായിട്ട് സമർപ്പണത്തെ കുറിച്ചും അനുസരണത്തെ കുറിച്ചും നാം കണ്ടു. और चौथी बात में हम समर्पण के विषय में और आज्ञाकारिता के विषय में कुछ बातों को देखें। അഞ്ചാമതായി വിശുദ്ധിയെ കുറിച്ച് നാം കണ്ടു. हम पांचवें पद में, हम पांचवें भाग में हम देखें कि एक पवित्रता का होना बहुत जरूरी है। ആറാമതായിട്ട് നമ്മുടെ ഒരുമയെ കുറിച്ച് നാം കണ്ടു. और छठे भाग में हम एकता के विषय में हम बातों को देखें। ഏഴാമതായിട്ട് ബഹുമാനത്തെ കുറിച്ച് നാം കണ്ടു. और सातवें पद में एक दूसरे का सम्मान करने के विषय में, आदर के विषय में हमने सीखा। എട്ടാമതായിട്ട് നമ്മുടെ കുടുംബത്തിൽ സന്തോഷം ഉണ്ടായിരിക്കണമെന്ന് നാം കണ്ടു. आठवीं बात में हमारे परिवार में आनंद और खुशी का होना जरूरी है, इस बात को हमने देखा। ഒമ്പതാമതായിട്ട് നമ്മുടെ കുടുംബത്തിൽ ശിക്ഷണം ആവശ്യമാണ്. और हमारे नौवें पद में हमारे जीवन में अनुशासन का होना जरूरी है, इस बात को हम देखें। ഇത്രയുമാണ് ഒരു കുടുംബത്തിലെ ക്രമാതീതമായ കാര്യങ്ങളെ കുറിച്ച് നാം കണ്ടത്. और एक परिवार के जीवन में सब क्रमानुसार इन बातों को होना जरूरी है, इस बात को हम सीख सकते हैं। നമ്മുടെ കുടുംബജീവിതത്തിൽ ഇത് പ്രായോഗികമായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ. और हमारे पारिवारिक जीवन में ये प्रायोगिक रूप से इन बातों को हम कर सके, इसके लिए परमेश्वर हमारी सहायता करे। ഇനി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന കുടുംബജീവിതത്തിന്റെ വിശുദ്ധിയെ കുറിച്ചാണ്. और इसके बाद पारिवारिक जीवन के पवित्रता के विषय में हम बातों को सीखें। അവിടെ നാം കാണുന്ന 2 കൊരിന്ത്യർ 11 അധ്യായം 3 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് സർപ്പം ഹവ്വായെ ഉപായത്തിൽ ചതിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. पहला कुरिन्थियों के 3 अध्याय में हम देखते हैं कि किस तरह सर्प ने हव्वा को बहकाया, उस विषय को हम देखते हैं। അവിടെ നാം കാണുന്നത് ഹവ്വായെ ഉപായത്തിൽ ചതിച്ചതുപോലെ നിങ്ങളും ചതിക്കപ്പെടാതിരിക്കട്ടെ എന്നാണ് നാം കാണുന്നത്. वहां पर हम पढ़ते हैं कि सर्प ने जिस रीति से हव्वा को बहकाया, तुम भी इस तरह बहकावे में ना आना करके हम चेतावनी को पाते हैं। എങ്ങനെയാണ് ചതിക്കപ്പെട്ടത് ഹവ്വ? किस तरह हव्वा बहकाई गई? അവിടെ നാം കാണുന്ന ദൈവത്തിന്റെ കൽപ്പന അവർ ലംഘിച്ചു, തിന്നരുതെന്ന കൽപ്പിച്ച വൃക്ഷത്തിന്റെ ഫലം അവർ തിന്നു, അവർ ചതിക്കപ്പെട്ടു. हम पढ़ते हैं कि जिस फल को परमेश्वर ने खाने की मना किया था, उस फल को हव्वा ने खाया, वे पापी ठहरे। 2 കൊരിന്ത്യർ 10:5 നാം കാണുന്ന ദൈവത്തിന്റെ അനുസരണത്തിനായി പിടിച്ചകടക്കപ്പെടണം നമ്മുടെ മനസ്സിനെ കുറിച്ച് നാം കാണുന്നുണ്ട്. हम दूसरे कुरिन्थी उसमें भी हम कुछ पदों को हम देख सकते हैं। दूसरा कुरिन्थी 10:5 10वें अध्याय के 5वें पद में पढ़ते हैं, इसलिए हम कल्पनाओं को, जो हर एक ऊंची बात को जो परमेश्वर के पहचान के विरोध में उठती है, खंडन करते हैं। ദൈവത്തിന്റെ അനുസരണത്തിനായി പിടിച്ചടക്കപ്പെടണം നമ്മുടെ മനസ്സിനെ കുറിച്ചാണ് നാം കാണുന്നത്. और वहां पर हम देखते हैं कि हम अपने मन की विषय में किस तरह भावनाओं को कैद करना है, उसके विषय में पढ़ते हैं। 1 യോഹന്നാൻ 1:9 നാം കാണുന്നു, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞാൽ ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുമെന്ന് നാം കാണുന്നു. पहला यूहन्ना 1 अध्याय के 9वें पद में पढ़ते हैं कि यदि हम अपने पापों को मान ले तो परमेश्वर हमारे पापों को क्षमा करने में विश्वास योग्य और धर्मी परमेश्वर है। അതെ, സദൃശ്യവാക്യത്തിൽ നാം കാണുന്ന മനുഷ്യൻ ഹൃദയത്തിൽ ചിന്തിക്കുന്നത് ചെയ്യുന്നു എന്ന് നാം കാണുന്നുണ്ട്. नीति वचन में पढ़ते हैं कि जो मनुष्य മനുഷ്യൻ ഹൃദയത്തിൽ ചിന്തിക്കുന്നത് ചെയ്യുന്നു എന്ന് നാം കാണുന്നു. हम बोलते हैं कि मनुष्य जो हृदय में विचार करता है, वो वैसे ही व्यक्ति हो जाता है। അതെ, നമുക്ക് ഒരു ഉദാഹരണം നോക്കാം. ഉൽപ്പത്തി പുസ്തകം 30 അധ്യായത്തിലേക്ക് വരുമ്പോൾ ജോസഫിനെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും. उत्पत्ति की पुस्तक उसके 30वें अध्याय में आते हैं, हम यूसुफ के विषय में कुछ बातों को देखते हैं। ഉൽപ്പത്തി 39 നമുക്ക് ജോസഫിനെ കുറിച്ച് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. उत्पत्ति 39वें अध्याय में आते हैं, 39 में जब आते हैं तो कुछ बातों को हम देखते हैं.
നമുക്കറിയാം ജോസഫ് പൊത്തിഫറിന്റെ ഭാര്യയാൽ പരീക്ഷിക്കപ്പെടുന്നതായിട്ട് നാം കാണുന്നുണ്ട്. हम देखते हैं कि यूसुफ पोतीफर की पत्नी के सामने एक परीक्षा में पड़ता है എന്നാൽ അവൻ അത് നിരസിച്ച് ഓടിപ്പോകുന്നതായിട്ട് നാം കാണുന്നുണ്ട്. और वहां पर हम देखते हैं कि उस परीक्षा में वो पोतीफर की पत्नी को छोड़कर भाग जाता है. എന്നാൽ അവന് അവിടെ പാപം ചെയ്യായിരുന്നു. എന്നാൽ ജോസഫ് പറയുകയാണ്, ഞാൻ എങ്ങനെ ദൈവത്തിനെതിരെ പാപം ചെയ്യുമെന്ന് ജോസഫ് പറയുന്നു. वहां पर देखते हैं कि यूसुफ के जीवन में पाप करने का एक बड़ा अवसर था, लेकिन यूसुफ कहता है कि मैं अपने परमेश्वर के विरुद्ध में पाप कैसे करूं. അവിടെ നമുക്കറിയാം ജോസഫ് പാവം ദൈവത്തിനെതിരായിട്ട് പാവം ചെയ്യുമെന്ന്, പാവം ചെയ്യത്തില്ല എന്ന് അവിടെ ഉറച്ച് വിശ്വസിക്കുന്നതായിട്ട് നാം കാണും. और वहां पर देखते हैं यूसुफ के जीवन में कि वो परमेश्वर के विरुद्ध पाप नहीं करूंगा ऐसे संकल्प के साथ वो खड़ा हुआ देखते हैं. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ നാം അബ്രാമിനെ കുറിച്ച് പറയുന്നുണ്ട്. ദൈവം അബ്രാമിനോട് പറയുന്നു, നീ എന്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക എന്ന് നാം കാണുന്നുണ്ട്. हम देखते हैं उत्पत्ति की पुस्तक उसका 17वें अध्याय के पहले पद में परमेश्वर यहोवा अब्राहम को दर्शन देता है और उसे कहता है कि मैं सर्वशक्तिमान ईश्वर हूं, मेरी उपस्थिति में चल और फिर. അവിടെ നാം കാണുന്നത് ദൈവ അബ്രാമിനോട് പറയാണ്, നീ എന്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക എന്ന്. और वहां पर देखते हैं कि परमेश्वर अब्राहम से कहता है कि तुम मेरी उपस्थिति में चल फिर और सिद्ध हो जा. 2 തിമോത്തി 2:22 വാക്യത്തിൽ നാം കാണുന്ന യൗവന മോഹങ്ങളെ വിട്ട് ഓടിപ്പോകണം എന്ന് നാം കാണുന്നു. और हम वचन में पढ़ते हैं कि जवानी की अभिलाषाओं से भाग करके हम वचन में पढ़ते हैं. 1 തിമോത്തി 5:12 നാം കാണുന്ന കുടുംബത്തിലുള്ള വിശുദ്ധിയെ കുറിച്ച് അവിടെ നാം കാണുന്നുണ്ട്. पहला तिमोथी 5वां अध्याय के 12वें पद में परिवार में किस तरह की पवित्रता को होनी चाहिए उस बातों को हम पढ़ते हैं. നമ്മുടെ നോട്ടത്തിലും വിശുദ്ധി ആവശ്യമാണ്. और हमारे देखने में भी पवित्रता का होना बहुत जरूरी है. നമ്മുടെ നോട്ടം പോലും പാപം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. हमारे दृष्टि भी पाप कर सकती है, ऐसा भी हम वचन में पढ़ते हैं. ഇയ്യോബ് 31:31 ഇയ്യോബ് പറയുന്നു, ഞാൻ എന്റെ കണ്ണുകളോട് ഒരു നിയമം ചെയ്തിരിക്കുന്നു എന്ന് നാം കാണുന്നുണ്ട്. और अय्यूब 31वें अध्याय में हम पढ़ते हैं अय्यूब कहता है कि मैंने अपनी आंखों के विषय में एक वाचा को बांधा है. എബ്രായർ 13:14 നാം കാണുന്നുണ്ട്, വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ എന്ന് നാം കാണുന്നുണ്ട്. और इब्रानी की पुस्तक उसका 13वां अध्याय में पढ़ते हैं कि विवाह सब में आदर की बात समझी जाए और तुम्हारा बिछौना जो है निष्कलंक हो, ऐसा हम पढ़ते हैं. ഇവിടെയൊക്കെയും കുടുംബജീവിതത്തിലെ വിശുദ്ധിയെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും. हम इन सब बातों में हम पारिवारिक जीवन में पवित्रता के विषय में देखते हैं. ഇനി നമുക്ക് വിശ്വാസ ജീവിത കുടുംബത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളും അതിന്റെ പരിഹാരം എന്താണെന്ന് നോക്കാം. और हम देखते हैं कि पारिवारिक जीवन में जब हम आगे बढ़ते हैं किस तरह की समस्याएं हैं और उसका निराकरण हम कैसे कर सकते हैं. ഒന്നാമതായിട്ട് നാം കാണുന്നത് 13 പോയിന്റാണ് ഞാൻ അവിടെ എഴുതിയിട്ടിരിക്കുന്നത്. ഒന്നാമതായിട്ട് നൊസ്റ്റാൾജിയ, ബാല്യകാലത്തിലെ സന്തോഷം, അതാണ് നാം കാണുന്നത്. और 13 बातों को मैंने पॉइंट आउट किया है और उन विषयों को मैं आपके सामने रखूंगा. पहला जो है ഒന്നാമതായിട്ട് ബാല്യകാലത്തിലെ സന്തോഷം, और नॉस्टैल्जिया, बचपन के बाल्यावस्था की जो खुशी है उसके विषय में. ബാല്യാവസ്ഥയിലെ സന്തോഷം അത് കുടുംബജീവിതം ആകുമ്പോൾ അത് നഷ്ടപ്പെട്ടു പോകും. और जब हम पारिवारिक जीवन में आते हैं तो जो बाल्यावस्था की जो खुशी है वो खत्म हो जाता है. രണ്ടാമതായിട്ട് നാം കാണുന്നത് ഏകാന്തതയാണ്. और दूसरी बात है जो एकांत का जो समय है, അത് മനുഷ്യ ജീവിതത്തിൽ എപ്പോഴും അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. और मनुष्य के जीवन में ये एकांत का जो समय होता है हम अनुभव को करते हैं. തന്നെയുള്ള ജീവിതം അത് കുടുംബത്തിൽ നേരിടുന്ന ഒരു പ്രശ്നം തന്നെയാണ്. और एकांत का जो जीवन है एक बड़ा समस्या वाला बात है, उस बात को हम देखते हैं. മൂന്നാമതായിട്ട് നാം നോക്കുകയാണെങ്കിൽ വൈകാരിക പ്രശ്നങ്ങൾ, അത് കുടുംബജീവിതത്തിൽ അനുഭവപ്പെടുന്ന പ്രശ്നം തന്നെയാണ്. और पारिवारिक जीवन में जो समस्याएं हैं वो एक बड़ी बात के रूप में हम देखते हैं पारिवारिक जीवन में. പിന്നീട് നാം നാലാമതായിട്ട് കാണുന്നത് സാമ്പത്തികമായിട്ടുള്ള കാര്യമാണ്. സാമ്പത്തികം ജീവിതത്തിൽ ഏറ്റവും അധികം നേരിടുന്ന പ്രശ്നമാണ് സാമ്പത്തികം. और हम देखते हैं कि जो पारिवारिक जीवन में जो सबसे बड़ी समस्या है वो एक आर्थिक समस्या है. അത് ജീവിതത്തിൽ ഏറ്റവും അധികം നേരിടുന്ന അത് പ്രശ്നം തന്നെയാണ്. और ये जो आर्थिक समस्या है एक बड़ी समस्या के रूप में परिवार में उभर कर आता है, इस बात को हम देखते हैं.
അഞ്ചാമതായിട്ട് നാം കാണുന്ന കുടുംബം നാട്ടിലായിരിക്കുമ്പോഴുള്ള ദുഃഖം. ഇത് ഗൾഫിലെ ലൈഫോടുള്ള ബന്ധത്തിലും പറയുന്നതായിട്ട് നാം കാണുന്നുണ്ട്. और परिवार जो अलग अलग जब परिवार जब जीवन व्यतीत करता है या नौकरी के सिलसिले में परिवार जब अलग अलग रहते हैं उसके विषय का एक दुख के विषय में हम देखते हैं ഇവിടെയും കുടുംബജീവിതത്തിൽ നേരിടുന്ന പ്രശ്നം തന്നെയാണ്. और वहां पर भी पारिवारिक जीवन में इस तरह के एक प्रश्न को हम देखते हैं. ആറാമതായിട്ട് നാം നോക്കുകയാണ് കുഞ്ഞുങ്ങൾ വീട്ടിൽ തനിയെ ഇരിക്കുന്ന സമയം. അതും നമ്മുടെ ചിന്തയിലേക്ക് വരുന്ന ഒരു സമയം തന്നെയാണ്. और पारिवारिक जीवन में और एक समस्या है जो बच्चे लोग परिवार में जब वो रहते हैं वे लोग अकेले रहते हैं उस समय एक समस्या आप देखते हैं. നമ്മുടെ ചിന്ത കുഞ്ഞുങ്ങളിലേക്കോ അവിടെ അവര് തന്നെയാണ് ഇരിക്കുന്നത്, എന്തു പറ്റി എന്ത് ചെയ്തു എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ട് നാം കാണും. जब बच्चे घर में अकेले रहते हैं तो हम इस बात को सोचते रहते हैं, चिंतित होते हैं कि बच्चे अकेले हैं घर में और वो कैसे होंगे. ഏഴാമതായിട്ട് നാം നോക്കുകയാണെങ്കിൽ വീട് പണിയുന്ന പ്രശ്നമാണ്. सातवां जो सबसे बड़ी प्रश्न समस्या को देखते हैं वो है घर बनाने का प्रश्न. നമുക്കറിയാം സ്വന്തമായിട്ട് വീടില്ലാത്തവർക്ക് ഒരു വീട് വേണമെന്നുള്ള ആഗ്രഹം അവരുടെ ഹൃദയത്തിൽ വരും. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്ന് തന്നെയാണ് സ്വന്തമായിട്ടുള്ള ഒരു വീട്. पारिवारिक जीवन में हर एक व्यक्ति की अभिलाषा होती है कि वे कैसे भी एक मकान को या घर को खरीद ले और इस बारे में भी एक समस्या को हम देखते हैं. ഇവിടെയും കുടുംബജീവിതത്തിൽ നേരിടുന്ന പ്രശ്നം തന്നെയാണ്, അത് തന്നെയാണ്. और यह भी पारिवारिक जीवन में होने वाला एक बड़ी समस्या है. പിന്നീട് നാം കാണുന്ന എട്ടാമതായിട്ട് നാം കാണുന്ന പ്രായമുള്ള മാതാപിതാക്കളെ നാം ചിന്തിച്ചിട്ട് നമ്മൾ പ്രയാസപ്പെടുന്നതായിട്ട് നാം കാണുന്നുണ്ട്. और जब नौवीं जो समस्या है वो है जब माता पिता जो उम्र दराज हो जाते हैं, वृद्ध हो जाते हैं, उनकी किस तरह उनका रख रखाव उनकी सेवा को करें, ये एक बड़ी समस्या के रूप में हम देखते हैं. പിന്നീട് നാം കാണുന്ന ഒമ്പതാമതായിട്ട് നാം കാണുന്നത് പൈസ കടം വാങ്ങുന്ന പൈസ, അതും ഒരു പ്രശ്നമായിട്ട് നമുക്ക് കുടുംബജീവിതത്തിൽ നേരിടുന്ന പ്രശ്നം തന്നെയാണ്. और नौवे जो पॉइंट है उसमें ये है कि जो हम लोग जो लोन लेते हैं या हम लोग जो उधार लेते हैं और उसको जो चुकाने की जो समस्या है एक पारिवारिक जीवन एक बड़ी समस्या के रूप में हम देख सकते हैं. നമുക്കറിയാം പൈസ വാങ്ങിയിട്ട് അതെങ്ങനെ തിരിച്ചു കൊടുക്കും, എങ്ങനെയാണ് അതിന്റെ പോംവഴിയൊക്കെയുള്ള ഒരു ചിന്ത നമ്മുടെ കുടുംബജീവിതത്തിൽ അല്ലെങ്കിൽ സ്വയമായിട്ട് നേരിടുന്ന പ്രശ്നം തന്നെയാണ്. और पारिवारिक जीवन में इस बात को हम बहुत ही ज्यादा परेशान होते हैं कि जो लोन लेते हैं, जो आर्थिक रूप से हम कर्ज लेते हैं, उसका चुकारा हम कैसे करें, एक पारिवारिक समस्या के रूप में हम देख सकते हैं. പത്താമതായിട്ട് നാം കാണുന്ന കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തോടുള്ള ബന്ധത്തിലാണ്. और 10वें भाग में हम देख सकते हैं किस तरह बच्चों की शैक्षणिक बातों को हम पूरा कर सकें, किस तरह बच्चों की पढ़ाई लिखाई कर सके, एक बड़े चिंता का विषय होता है. അതെ, നമുക്കറിയാം അവരെ എങ്ങനെ പഠിപ്പിക്കും, മുന്നോട്ട് ചെന്നിട്ട് അവരെ എന്താണ് പഠിപ്പിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിട്ട് നാം കാണുന്നുണ്ട്. और पारिवारिक जीवन में एक चिंता का विषय होता है कि बच्चे को हम कैसे पढ़ाई करवाएं, कैसे उसके खर्च को पूरा करें, ये एक बड़ी चिंता का विषय होता है. 11ാമതായിട്ട് നാം കാണുന്ന കുട്ടികളുടെ സ്വഭാവത്തെ കുറിച്ചാണ്. और 11वां जो पॉइंट है, 11वां जो बिंदु है बच्चों के स्वभाव के विषय में है. ഇതും വളരെ ചിന്തനീയമായ ഒരു പ്രശ്നം തന്നെയാണ്. और ये बहुत ही चिंताजनक एक समस्या है. നമുക്കറിയാം നമ്മുടെ ഒരു വീട്ടില് 2-3 കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരുടെ സ്വഭാവം വ്യത്യസ്തമായിട്ടാണ് കാണുന്നത്. और हम देखते हैं कि हमारे परिवार में यदि 2-3 बच्चे हैं तो वो सभी का स्वभाव अलग अलग टाइप का होता है. ഇതും കുടുംബത്തിൽ നേരിടുന്ന പ്രശ്നം തന്നെയാണ്. और ये भी एक समस्या का कारण होता है परिवार के लिए. 12ാമതായിട്ട് നാം കാണുന്ന ആരാധനാ യോഗത്തിന് പോകാതെ ജോലിഭാരമുള്ളവരെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും. हम देखते हैं 12वां जो बिंदु है उसमें ऐसे भी लोग हैं जो काम के कारण आराधना में सम्मिलित नहीं हो पाते. നമുക്കറിയാം സൺഡേയിലും ജോലിയുള്ള ആൾക്കാരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. और हम कलीसियाओं में देखते हैं कि ऐसे बहुत सारे लोग होते हैं जो संडे को भी जिनकी नौकरियां होती है और कलीसिया नहीं जा पाते. അവരുടെ ചിന്ത എങ്ങനെയെങ്കിലും സഭായോഗത്തിന് പോകണമെന്നുള്ളതാണ്. പക്ഷേ ജോലി ഭാരം കൊണ്ട് അവർക്ക് പോകാനായിട്ട് കഴിയുന്നില്ല. और उनकी चिंता होती है कि कैसे भी करके कलीसिया जाए, लेकिन नौकरी के समस्या के चलते वे नहीं जा पाते हैं. ലാസ്റ്റില് 13ാമത്തേത് പെൻഷൻ ജീവിതമാണ്, റിട്ടയർഡ് ലൈഫ്. और उसके बाद सबसे अंतिम जो बात है कि जब सेवानिवृत्त हो जाते हैं वो एक जीवन. നമുക്കറിയാം ജോലി ഉണ്ടെങ്കിൽ ജോലി സ്ഥലത്ത് പോയി കുറച്ച് സമയം കഴിഞ്ഞിട്ട് തിരിച്ചു വരും. എന്നാല് റിട്ടയർഡ് ലൈഫിലാകുമ്പോൾ വീട്ടിൽ തന്നെ ഇരുന്നുള്ള മടി നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്നതായിട്ട് നാം കാണുന്നു. सेवानिवृत्ति का एक दर्द को हम सब समझ सकते हैं. जब नौकरी होती है तब नौकरी पे जाते हैं और शाम को घर आते हैं. जब नौकरी
चली जाती है, सेवानिवृत्त हो जाता है, तो आदमी घर पर बैठा होता है। ഇത്രയുമാണ് വിശ്വാസ ജീവിത കുടുംബത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ ചിന്തിച്ചത്. और जो मैंने विचार किया कि एक पारिवारिक जीवन में इस तरह की जो समस्याएं हैं, इन विषयों को मैंने लिखा है। അതിന് പരിഹാരവും ദൈവം പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് പരിഹരിക്കാത്ത ഒരു പ്രശ്നവും ജീവിതത്തിലില്ല. और इस समस्याओं के निराकरण के विषय में परमेश्वर के वचन में लिखा है, परमेश्वर के लिए ऐसा कोई कार्य नहीं है जो असंभव है। ഒന്നാമതായിട്ട് നാം കാണുന്നത് യേശുക്രിസ്തുവാണ് നമ്മുടെ പരിഹാരകൻ. और सबसे पहली बात यह है कि प्रभु यीशु मसीह है हमारी समस्या का निराकरण। പ്രാർത്ഥനയാണ് നമ്മുടെ പരിഹാരം. और प्रार्थना है हमारी जीवन की समस्या का हल। ദൈവവചനമാണ് നമ്മുടെ പരിഹാരം. और परमेश्वर का वचन है हमारी समस्या का निराकरण। പരിശുദ്ധാത്മാവാണ് നമ്മുടെ ഗൈഡൻസ്. और परमेश्वर का जो पवित्र आत्मा है हमारा नेतृत्व करता है। ഇത്രയുമാണ് നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളിലും അതിനുള്ള പരിഹാരവും. और यही है हमारे जीवन के पारिवारिक जीवन की समस्या और उसका हल। ഇത്രയും കൊണ്ട് ഞാൻ ഇന്നത്തെ എന്റെ വചന ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നാളെ തുടർന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ആത്മവിശ്വാസം നമുക്ക് ആവശ്യമാണ്. आज का संदेश में यहाँ इसी बात के साथ मैं समाप्त करूंगा। कल हम कुछ और बातों को हम सीख सकेंगे। നമ്മുടെ ജീവിതത്തിൽ ആത്മവിശ്വാസം നമ്മൾക്ക് ആവശ്യമാണ്. हमारे जीवन में आत्मविश्वास का होना बहुत जरूरी है। നമ്മുടെ കുടുംബജീവിതത്തിലെ പ്രാർത്ഥന ആവശ്യമാണ്. हमारे पारिवारिक जीवन में प्रार्थना का होना बहुत जरूरी है। എങ്ങനെ നമുക്ക് സാത്താനെ പരാജയപ്പെടുത്താൻ കഴിയും? किस तरह हम शैतान को पराजित कर सकते हैं? പിന്നെ കുടുംബജീവിതത്തിലെ ഭർത്താവിന്റെ പങ്കാളിത്തം നാളെ और किस तरह हमारे जीवन में परमेश्वर का नेतृत्व है उसके विषय में हम सीख सकते हैं। ഇന്ന് നാം ചിന്തിച്ചത് ഒരു നമ്മുടെ കുടുംബത്തെ കുറിച്ചുള്ള हम आज जो बातों को सीख रहे थे वो ये था कि हमारे पारिवारिक जीवन में किस तरह की समस्या आ सकती है, उन बिंदुओं पर हमने आज विचार किया। അറിയാം, ഫാമിലി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അടിസ്ഥാനത്തിൽ പണിയപ്പെട്ടതാണ്. और हम सब जानते हैं कि जो हम सीख रहे थे कि ये जो परिवार है हमारे जीवन में परमेश्वर के आधार पर, परमेश्वर के नियम के आधार पर बनाया गया एक नियम है। അത് മനുഷ്യരിലായാലും മനുഷ്യ സമൂഹത്തിലായാലും ദൈവത്താൽ അടിസ്ഥാനപ്പെട്ടതാണ്. और ये चाहे परिवार में हो, कलीसिया में हो, समाज में हो, परमेश्वर की अधीनता में है। പിന്നീട് നാം കണ്ടു ഓർഡർ ഇൻ ദ ഫാമിലി, ഒരു ക്രമത്തിന്റെ കുടുംബജീവിതത്തിലെ ഒരു ക്രമത്തെ കുറിച്ച് നാം കണ്ടു. हाँ, हम देखते हैं कि पारिवारिक जीवन में एक क्रम का होना बहुत जरूरी है। പിന്നീട് നാം കണ്ട കുടുംബജീവിതത്തിന്റെ വിശുദ്ധിയെ കുറിച്ച് കണ്ടു. फिर हमने देखा कि एक पारिवारिक जीवन में पवित्रता का होना बहुत जरूरी है। പിന്നീട് നാം കണ്ട വിശ്വാസ ജീവിത കുടുംബത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളും അതിന്റെ പരിഹാരത്തെ കുറിച്ച് കണ്ടു. फिर हमने देखा कि पारिवारिक जीवन में किस तरह की समस्या आती है और उसका हम किस तरह निराकरण को कर सकते हैं। നാളെ ഇതിന്റെ ബാക്കി നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. कल हम इसके आगे की बातों पर हम चिंतन करेंगे। ഇന്ന് നമ്മൾ ചിന്തിച്ചത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. आज जिस विषय पर हमने चिंतन किया है वो आपको समझ में आ गया, ऐसा मैं विश्वास करता हूँ। വരുന്ന ദിവസങ്ങളിലെ ഈ ചിന്തയോടുകൂടി ദൈവം നമ്മെ അനുഗ്രഹിക്കുവാനായിട്ടും നമ്മുടെ കുടുംബജീവിതത്തിൽ അത് പ്രായോഗികമാകുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. आने वाले दिनों में ये जो बातों को हमने सीखा है हमारे प्रायोगिक जीवन में परमेश्वर इसके अनुसार हम कर सके, इसके लिए परमेश्वर हमारी सहायता करें। ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. परमेश्वर के नाम की महिमा।